ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ LDCയുടെ റിവിഷൻ ക്ലാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട SCRT ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആകും. അതായത് ആദ്യം നമുക്ക് നമ്മുടെ LDC തിരുവനന്തപുരത്തിൻ്റെ രസതന്ത്രം അഥവാ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് SCRT ബേസ് ചെയ്തുള്ള 8, 9, 10 ടെക്സ്റ്റ് ബുക്ക് എല്ലാം നമുക്ക് മാക്സിമം റെഫർ ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്തു പോകാം. ഇതിനു മുമ്പേ നമ്മൾ രസതന്ത്രത്തിൻ്റെ റിവിഷൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ PYQ വെച്ച്. മാക്സിമം അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRT ടെസ്റ്റാണ്. SCRT ടെസ്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, SCRT ടെസ്റ്റിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8, 9, 10 കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് തുടങ്ങാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ടെലഗ്രാം ചാനലിലോടൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ LDCക്ക് വെച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. രാജദ്രാവകം അഥവാ അക്വാറീജിയ എന്നാൽ എന്താണ്? അക്വാറീജിയ എന്നാൽ എന്താണ്? നമ്മൾ അക്വാറീജിയയെ പറ്റി കഴിഞ്ഞ റിവിഷൻ PYQ വിത്തുള്ള റിവിഷൻ ക്ലാസ്സിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അക്വാറീജിയ എന്നാൽ എന്താണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും വരുന്നതാണ്. 1:3 ആണ് അക്വാറീജിയയുടെ അനുപാതം വരുന്നത്. എന്താണ് അക്വാറീജിയ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. അക്വാറീജിയ എന്ന് പറഞ്ഞാൽ രാജകീയ ദ്രാവകം എന്നാണ് അറിയപ്പെടുന്നത്. രാജകീയ ദ്രാവകം. അക്വാറീജിയ എന്ന് പറയുന്നത് ശുദ്ധ സ്വർണം, കേട്ടോണേ, ശുദ്ധ സ്വർണം വേർതിരിച്ചെടുക്കുന്ന വോൾവിൽ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ്. അപ്പോൾ അക്വാറീജിയ എന്താണ്? ശുദ്ധ സ്വർണം വേർതിരിച്ചെടുക്കുന്ന വോൾവിൽ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് അക്വാറീജിയ. അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ തമ്മിലുള്ള അനുപാതമാണ് 1:3 ആയിട്ട് വരുന്നത്. അപ്പം ക്ലിയർ അല്ലേ? അക്വാറീജിയ ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? അപ്പം കറണ്ട് അഫയർ പാർട്ടി എന്നുള്ള രസതന്ത്രത്തിനുള്ള ബേസ് ചെയ്തുള്ള കറണ്ട് അഫയർ പാർട്ടി എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, സാഞ്ചിയാണ് വരുന്നത്. ഓപ്ഷൻ സി, സാഞ്ചിയാണ് വരുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏത്? പാല്, കഞ്ഞിവെള്ളം, ചെളിവെള്ളം, സോഡിയം അമാൽഗം. ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനിയായിട്ട് വരുന്നത്. ഇതെല്ലാം നമുക്ക് നോക്കാം. SCRT ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, ഇതെല്ലാം നമുക്ക് നോക്കാം. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം മൊത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബെൻഡ് എന്നറിയപ്പെടുന്നത്. സിങ്ക് സൾഫൈഡ് ആണ്. അതുപോലെ 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? അപ്പോൾ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി, ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പം നമ്മൾ നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രസതന്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് കിട്ടിയ. അപ്പം രസതന്ത്രത്തിൽ 2023 നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? മൗഗി ബാവണ്ടി, ലൂയിസി ബ്രൂസ്, അലക്സി ഐ എക്കിമോവിനാണ്. ഇവർക്ക് 3 പേർക്കുമാണ്. ഒന്നുകൂടെ പറയാം. മൗഗി ബാവണ്ടി, ലൂയിസി ബ്രൂസ്, അലക്സി ഐ എക്കിമോവ് എന്നീ 3 പേർക്കുമാണ് രസതന്ത്രത്തിനുള്ള 2023 നോബൽ പ്രൈസ് കിട്ടിയത്. അവരുടെ എന്താണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വിഷയം? എന്തായിരുന്നു? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തിരുവനന്തപുരം ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിനി SCRT ടെസ്റ്റാണ് നോക്കാൻ പോകുന്നത്. SCRT ടെസ്റ്റിലെ 8, 9, 10 കംപ്ലീറ്റ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എട്ടാം ക്ലാസ്സിലെ കെമിസ്ട്രി പാർട്ടിലാണ്. 8ാം ക്ലാസ്സിൽ ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരുമിച്ചൊരു ടെസ്റ്റായിട്ടാണ്. അതിനകത്തിൽ കെമിസ്ട്രി പാർട്ടിലെ ലായനികൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഈ ലായനികൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് നമ്മുടെ ഇത് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥ ലായനി ഏതെന്ന് ചോദിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ലായനി എന്നുള്ള ചാപ്റ്റർ നോക്കാം. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ലായനിയുടെ ഗാഢത, കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, ഗാഢത പ്രസ്താവിക്കാമെന്ന് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ പല അളവുകളും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം ഒരു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ പല അളവുകളും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം എന്താണ് മാസ് പെർസെൻറ്റേജ് എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ്. അതായത് 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. അതായത് മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. പിന്നെ നമ്മുടെ ഒരു ബോക്സ് തന്നിട്ടുള്ളതാണ്. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ലായനി എന്താണെന്ന് അറിയണ്ടേ? ഒരു നിശ്ചിത അളവിൽ ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാഢത എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുവേ. ഗാഢത എന്താണ്? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയും കൂടുതലാണെങ്കിൽ ഗാഢ ലായനിയുമാണ് കേട്ടോ. അപ്പം ഓർത്ത് വെച്ചോ, ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയും, ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഗാഢ ലായനിയുമാണ് പറയുന്നത്. എന്നാണ് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ പൂരിത ലായനി, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പൂരിത ലായനി എന്ന് പറയുന്നത്, പൂരിത ലായനി അതിൻ്റെ എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി കേട്ടോ. അപ്പോൾ പൂരിത ലായനി എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അപ്പം പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്ന് വിളിക്കുന്നു. അപൂരിത ലായനിക്ക് വീണ്ടും ലീനത്തെ ലയിപ്പിക്കാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിനകത്ത് അടുത്തിട്ട് വരുമ്പം ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലയത്വം, അതായത് സോലിബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. സോലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് പഠിച്ചത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതായത് പൂരിത ലായനി പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? അതിപൂരിത ലായനി, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിപൂരിത ലായനി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇത്തരത്തിൽ പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനി അതിപൂരിത ലായനി എന്ന് പറയുന്നു. അതിൻ്റെ ഡെഫിനിഷൻ കണ്ടിതാ. ലീനത്തിൻ്റെ സ്വഭാവം, താപനില എന്നിവ ലയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. ഇതൊന്നും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഗ്രോവിങ് ക്രിസ്റ്റൽ. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോവാം. യഥാർത്ഥ ലായനി. ഇത് നമ്മുടെ പരീക്ഷ ചോദിച്ചില്ലായിരുന്നു. യഥാർത്ഥ ലായനി ഏതെന്നല്ലേ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഏതാണെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഫിൽട്ടർ പേപ്പർ. ഒരു മിനിറ്റ്. ഇപ്പോൾ യഥാർത്ഥ ലായനിയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. യഥാർത്ഥ ലായനി, കോളോയിഡ് ലായനി, സസ്പെൻഷൻ. അപ്പോൾ 3 ബീക്കറുകളിലായി ഒരേ അളവിലുള്ള ജലം എടുക്കുക. മൂന്നാമത്തേതിൽ കോപ്പർ സൾഫേറ്റ് തരികളും രണ്ടാമത്തേതിൽ പാലും മൂന്നാമത്തേതിൽ ചോക്കുപൊടിയും നന്നായി ചേർക്കുക. ബീക്കറുകൾ അല്പസമയം അനക്കാതെ വെക്കുക കേട്ടോ. കോപ്പർ സൾഫേറ്റ് പ്ലസ് ജലവും പാൽ പ്ലസ് ജലവും ചോക്കുപൊടി പ്ലസ് ജലവും ഏത് ബീക്കറിലാണ് അടിഞ്ഞുകൂടിയതെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് 3 മിശ്രങ്ങളും അരിച്ചു നോക്കുക. ബീക്കർ 1 യഥാർത്ഥ ലായനിയാണ്. അപ്പം ബീക്കർ 1 യഥാർത്ഥ ലായനിയാണ്. കോപ്പർ സൾഫേറ്റ് പ്ലസ് ജലം, കോപ്പർ സൾഫേറ്റ് പ്ലസ് ജലം കേട്ടോ. കോപ്പർ സൾഫേറ്റ് പ്ലസ് ജലമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ് കോപ്പർ സൾഫേറ്റ് പ്ലസ് യഥാർത്ഥ ലായനിയാണ്. അതുപോലെ തന്നെ ബീക്കർ 2 ഒരു കൊളോയിഡലാണ്. ബീക്കർ 3 സസ്പെൻഷൻ എന്നീ വിഭാഗത്തിൽപ്പെടുന്നു. ഓരോ മിശ്രണത്തിൻ്റെയും നോക്കി വെച്ചാൽ മതി. പിന്നെ കൃത്രിമ പാനീയങ്ങൾ, പിന്നെ സ്റ്റെബിലൈസേഴ്സ് അത് ബോക്സിൽ തന്നിട്ടുണ്ട്. സ്റ്റെബിലൈസേഴ്സ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോക്സിൽ തരുന്നതൊക്കെ. കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന സ്റ്റെബിലൈസറുകളായ രാസവസ്തുക്കളാണ് ചിലത്. അപ്പോൾ സ്റ്റെബിലൈസറുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. കണികകൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർത്തിരിക്കുന്ന സ്റ്റെബിലൈസറുകളായ രാസവസ്തുക്കളിൽ ചിലതാണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്? ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ കേട്ടോ. ഉദാഹരണങ്ങളാണ് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ് കേട്ടോ, ബ്യൂട്ടിറേറ്റ്. അപ്പോൾ സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, പിന്നെ ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ വരുന്നത് അത്രയേ ഉള്ളൂ. വരുന്നത് ആ ഒരു ചാപ്റ്റർ അത്രയേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോകുമ്പോൾ അത് 8ാം ക്ലാസ്സിലെ തന്നെ അടുത്തൊരു ചാപ്റ്ററാണ്. എനിക്കൊരു മിനിറ്റ് എടുക്കട്ടെ. 8ാം ക്ലാസ്സിലെ തന്നെ അടുത്തൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? നോക്കട്ടെ. പദാർത്ഥ സ്വഭാവം. അടുത്തൊരു ചാപ്റ്ററാണ് പദാർത്ഥ സ്വഭാവം. ആ പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്ലാസ്മയും അതായത് നമുക്കറിയാമല്ലോ പദാർത്ഥങ്ങൾ എത്ര ഉണ്ടെന്ന്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നു. പദാർത്ഥത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മാവസ്ഥയിൽ കാണപ്പെടുന്നു കേട്ടോ. പദാർത്ഥത്തിൻ്റെ 5ാമത്തെ അവസ്ഥയെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും 6ാമത്തെ അവസ്ഥയെ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. പദാർത്ഥത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് താഴ്ത്ത് വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിലൊക്കെ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സിലൊക്കെ കൊടുത്തേക്കുന്നത് വേണ്ട സേദനം, ഡിസ്റ്റിലേഷൻ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. സേദനം എന്താ, ഡിസ്റ്റിലേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതും ആയാൽ സേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സേദനം എന്ന പ്രക്രിയയിലൂടെ അവയെ വേർതിരിക്കാം കേട്ടോ.
പിന്നെ അംശിക സേചനം എന്താണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ബോക്സിൽ തന്നിട്ടുള്ളതാണ്. അപ്പം ബോക്സിൽ തന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ അംശിക സേചനമാണ് തന്നിട്ടുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ അംശിക സേചനം ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യസ്തമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. ഇതിൽ നിന്ന് അംശിക സേചനം വഴിയാണ് പെട്രോൾ, ഡീസൽ, അതുപോലെ മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയവ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന ഏത് വഴിയാണെന്നൊക്കെ ചോദിക്കാം PSC. അപ്പോൾ ഇതിൽ നിന്ന് അംശിക സേചനം വഴിയാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ, വേർതിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഇനി അതിനകത്ത് പഠിക്കാനുള്ള ക്രൊമാറ്റോഗ്രഫി എന്താണ്? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രഫി കേട്ടോ. ഈ രീതി ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനായതുകൊണ്ട് ഈ പ്രക്രിയ ക്രൊമാറ്റോഗ്രഫി എന്നറിയപ്പെടുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്റർ അത്രേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകുക, അത്രേ ഉള്ളൂ. ഓൾറെഡി നമ്മളിതെല്ലാം പഠിച്ചതാണ്. എന്നിരുന്നാലും എന്നാലും നമുക്ക് SAT ടെസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാതെ പോകാൻ പറ്റത്തില്ല പരീക്ഷയ്ക്ക്. അപ്പോൾ ഇനി മൂലകങ്ങൾ മാറ്റണ്ട. ബേഴ്സിലിയേഴ്സ് ആദ്യകാലങ്ങളിൽ ചിത്രങ്ങളാണ് മൂലകങ്ങളുടെ പ്രതീകങ്ങളായി ഉപയോഗിച്ചിരുന്നത്. ആധുനിക രീതിയിലേക്കുള്ള പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച ബേഴ്സിലിയേഴ്സ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനാണ്. സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ എന്നീ മൂലകങ്ങൾ ബേഴ്സിലിയേഴ്സ് കണ്ടുപിടിച്ചു കേട്ടോ. മൂലകങ്ങൾക്ക് പേര് വന്ന രീതിയിൽ നിന്ന് SAT ടെസ്റ്റ് കിടപ്പുണ്ട്. അപ്പം പൊളോണിയം, അപ്പം മൂലകങ്ങളും പേര് വന്ന രീതിയാണ്. ചില ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബോക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പം പൊളോണിയത്തിൻ്റെ നാമകരണത്തിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ്? പോളണ്ട് രാജ്യം കേട്ടോ. പോളണ്ട് രാജ്യത്തിൻ്റെ പേരാണ് പൊളോണിയം കേട്ടോ. ഇനി ക്യൂറിയം എന്താണ്? മേരി ക്യൂരിയുടെ സ്മരണാർത്ഥം. ശാസ്ത്രജ്ഞയായ മേരി ക്യൂരിയുടെ സ്മരണാർത്ഥം ക്യൂറിയം. ക്രോമിയം എന്താണ്? ക്രോ നിറം കേട്ടോ. ക്രോ എന്ന് പറഞ്ഞാൽ നിറത്തിൻ്റെ. ഇൻഡിയ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ നിറം കേട്ടോ. ഇൻഡിഗോ നിറം. അതുപോലെ തന്നെ ക്ലോറിൻ എന്താണ്? ക്ലോറോ നിറം. പിന്നെ നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്. അപ്പം നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ ഒരു രീതിയിലാണ് നെപ്റ്റ്യൂണിയം എന്നുള്ള പേര് വന്നത്. അതുപോലെ തന്നെ യൂറോപ്പിയോ എന്ന് പറഞ്ഞ മൂലകം എന്തിനാണ്? യൂറോപ്പ് ഭൂഖണ്ഡത്തെ ആ ഒരു പേരാണ് ഇട്ടിരുന്നത്, യൂറോപ്പിയം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ പ്രതീകങ്ങൾ, സിമ്പിൾസ് എന്ന് ഓർത്ത് വെച്ചാണ്. ഇതിൻ്റെ ബോക്സിൽ തന്നെയാണ്. ഓൾറെഡി നമുക്കറിയാം. കാർബൺ C ആണ്, ഓക്സിജൻ O ആണ്, നൈട്രജൻ N ആണ്, ഹൈഡ്രജൻ H ആണ്, സൾഫർ S ആണ്. നമുക്കറിയാം മെയിനായിട്ട്. എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. കാൽസ്യത്തിൻ്റെ പ്രതീകം എന്താണ്? Ca ആണ്. ക്ലോറിൻ്റെ എന്താണ്? Cl ആണ്. നമുക്കറിയാം Cl ആണ്. ക്രോമിയം എന്താണ്? Cr ആണ്. അതുപോലെ തന്നെ ബ്രോമിൻ എന്താണ്? Br ആണ്. ബെർലിയം Be ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത് ലാറ്റിൻ നാമമുള്ള അതായത് ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അവയുടെ ലാറ്റിൻ ഭാഷയിലെ പേരുകളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഉദാഹരണങ്ങൾ നോക്കാം. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം നാട്രിയം എന്നാണ്. അതാണ് സോഡിയം Na എന്നുള്ള പ്രതീകം വരുന്നത്. ക്ലിയർ ആയ? സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമത്തിൻ്റെ മുമ്പുള്ള അക്ഷരം വെച്ചാണ് ഇതിൻ്റെ പ്രതീകം വന്നത്. സോഡിയത്തിൻ്റെ ലാറ്റിൻ നാമം എന്താണ്? നാട്രിയം. അതാണ് Na വന്നത്. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമം കാലിയം എന്നാണ്. അതാണ് പ്രതീകം K ആയിട്ട് വന്നത് കേട്ടോ. അതുപോലെ തന്നെ കോപ്പർ എന്താണ്? കുപ്രം എന്നാണ്. അതാണ് Cu ആയിട്ട് വന്നത്. പിന്നെ അയൺ ഫെറം എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് Fe വന്നത് കേട്ടോ. ജസ്റ്റ് ഓർത്ത് വെച്ചാണ്. പിന്നെ പീരിയോഡിക് ടേബിൾ അറിയാലോ. അതിൻ്റെ താഴെ തന്നെ ആറ്റവും തന്മാത്ര എന്നൊരു ടോപ്പിക് വന്നിട്ടുണ്ട്. അതായത് ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ചെറിയ കണികയാണ് ആറ്റം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ. തിരിഞ്ഞു പോകല്ലേ. ആറ്റം എന്താണ്? നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും ഒന്നുകൂടെ പറയാം. ആറ്റം എന്താണ്? ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അതുപോലെ തന്നെ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതായത് ഒരു ആറ്റത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അറ്റ്മോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അപ്പോൾ ഏത് പദത്തിൽ നിന്നാണ്? അറ്റമോസ് എന്ന് പറഞ്ഞ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഈ വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. സ്വർണത്തിൻ്റെ ഒരാറ്റത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് ഈ ഒരു നോക്കി വെച്ചാൽ ഏകദേശം 3.5 കോടി സ്വർണ്ണ ആറ്റങ്ങൾ നിരനിരയായി വെച്ചാൽ 1 സെൻറ്റിമീറ്റർ മാത്രമേ നീളം ഉണ്ടാകൂ എന്നർത്ഥം കേട്ടോ. പിന്നെ ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രിറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥത്തിലെ ചെറു കണികകളെക്കുറിച്ചുള്ള പ്രവചിക്കുകയുണ്ടായി. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ ആധുനിക ആറ്റം സിദ്ധാന്തം ആരുടെയാണ്? ജോൺ ഡാൾട്ടൻ്റെയാണ്. ജോൺ ഡാൾട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ
ഓരോ ആറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ ഏകാറ്റോമിക് അഥവാ മോണോ അറ്റോമിക് എന്ന് തന്മാത്രകൾ എന്ന് പറയുന്നു. 2 ആറ്റങ്ങൾ മൂലക തന്മാത്രകളെ ദ്വയറ്റോമിക് അതായത് ഡയറ്റോമിക് തന്മാത്രകൾ എന്ന് പറയുന്നു. 2-ലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളെ ബഹു അറ്റോമിക് അഥവാ പോളി അറ്റോമിക് തന്മാത്രകൾ എന്നും പറയുന്നത് കേട്ടോ. ഇതൊക്കെ അറിയാവുന്നതാണ്, ബേസിക്കാണ്. പിന്നെ നമ്മൾ അടുത്ത് വന്നത് സംയുക്തങ്ങളാണ്. സംയുക്തങ്ങൾ അറിയാമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, അതൊക്കെ അറിയാമല്ലോ സംയുക്തങ്ങൾ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ കാർബൺ ഡൈ അടങ്ങിയിട്ടുള്ള CO2 കാർബൺ 1, ഓക്സിജൻ 2, CO2, ജലത്തിൽ എന്താണ് ഹൈഡ്രജൻ 2, ഓക്സിജൻ, അതൊക്കെ അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് വെറുതെ സമയം കളയണ്ട. പിന്നെ രാസസമവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ അഭികാരങ്ങൾ റിയാക്ടൻസ് എന്നാണ് പറയുന്നത്. പ്രവർത്തന ഫലമായി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ട്സ് എന്നും പറയുന്നു. പിന്നെ നമുക്കത് താഴോട്ട് വരുമ്പം SCRT ടെസ്റ്റിൽ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റാങ്ക് ഫെയിൽ ഓൾറെഡി പഠിക്കുന്നതാണ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അതിൻ്റെ തന്നെ 8ാം ക്ലാസ്സിലെ തന്നെ മൂന്നാം അടുത്ത ചാപ്റ്ററാണ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട രാസമാറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. രാസമാറ്റങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ബോക്സിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്നതെന്ന് നോക്കാം. അതായത് രാസമെന്റ് എരിയുന്ന ചന്ദനത്തിരി ആളിക്കത്താം. അപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് താപം, പൊട്ടാസ്യം മാഗ്നേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ കേട്ടോ. അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പോൾ താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എക്സോതെർമിക് റിയാക്ഷൻ എന്നും താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്നും പറയുന്നു കേട്ടോ. പ്രകാശ രാസപ്രവർത്തനങ്ങൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് കേട്ടോ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അത് ഇതിനകത്തൊരു ബോക്സിൽ തന്നെയാണ്. അപ്പം ബോക്സിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വായിച്ചു പോവാം. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പ്രകാശോർജ്ജം പുറത്തു വിടുന്നത്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫറസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിലാണ് ലൂസിഫറൈൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സി ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജ്ജം ഉത്സർജിക്കപ്പെടുന്നത്. അപ്പം ഇനി നൽകുന്നൊരു അടുത്ത ഘട്ടം പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ ലൂസിഫറസ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫറിൻ ഓക്സിജനുമായി ചേർന്ന് ലൂസിഫറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജ്ജം ഉത്സർജിക്കപ്പെടുന്നത് കേട്ടോ. ബയോലൂമിനിസെൻസ് എന്നാണ് ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രതിഭാസത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബയോലൂമിനിസെൻസ് എന്നാണ് ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നത്. ഈ പ്രവർത്തന ഫലമായി സർജിക്കപ്പെടുന്ന ഊർജ്ജത്തിൻ്റെ 95% പ്രകാശോർജ്ജമാണ്. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടാത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് വേണം. ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ബോക്സ്. പിന്നെ താഴോട്ട് വരുമ്പോൾ പിന്നെ ഇലക്ട്രോലൈറ്റുകൾ എന്ന് തന്നിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റുകൾ അറിയാമല്ലോ, വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാവുന്ന പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെ ഇലക്ട്രോഡുകൾ എന്നും പറയുന്നു. ഇലക്ട്രോഡുകൾ. പിന്നെ അതിനകത്ത് താഴോട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കാം. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം എന്താണ്? താപോർജ്ജം പുറത്തുവിടുന്നു കേട്ടോ. പ്രധാന ഊർജ്ജമാറ്റം താപോർജ്ജം പുറത്തുവിടുന്നു. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന പ്രവർത്തനത്തിൻ്റെ എന്താണ് രാസപ്രവർത്തനത്തിൻ്റെ പേരാണ് രാസപ്രവർത്തനം കേട്ടോ. താപരാസപ്രവർത്തനം. പിന്നെ വിവിധതരം സെൽസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതായത് ഡ്രൈ സെൽസിനകത്ത് എന്തൊക്കെ ഡ്രൈ സെൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ. മെർക്കുറി സെൽ ഉപയോഗിക്കുന്നതോ വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേട്ടോ. നിക്കൽ കാഡ്മിയം സെല്ലോ റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറകൾ. ലിഥിയം അയോൺ സെല്ലോ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ചില അയോണുകളുടെ പട്ടിക നോക്കുക. പോസിറ്റീവ് അയോൺസ് ഏതാണ്? സോഡിയം Na+, പൊട്ടാസ്യം പോസിറ്റീവ് അയോണാണ്. സിങ്ക് Zn2+, അതുപോലെ തന്നെ മാഗ്നീഷ്യം Mg2+, അതുപോലെ തന്നെ കാൽസ്യം Ca2+, കോപ്പർ Cu2+. പിന്നെ നെഗറ്റീവ് ഏതാണ്? ക്ലോറിന്, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഓക്സൈഡ് ബൈകാർബണേറ്റ് HCO3- കേട്ടോ. അയോണുകളുടെ ചാർജുകളുടെ അടിസ്ഥാനത്തിൽ അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം കണ്ടുപിടിക്കാം. ഇതിനെപ്പറ്റി കൂടുതലായി നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ്സിൽ ഇത്രയൊക്കെ ലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുകളുണ്ട്. അതുകൂടെ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. കെമിസ്ട്രി ഭാഗത്ത് ലോഹങ്ങൾ.
മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമത്രേ. അപ്പം അതൊന്ന് ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പം മാലിബിലിറ്റി എന്താണെന്ന് ആദ്യം അറിയണമല്ലോ. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത പറയുന്നതാണ് മാലിബിലിറ്റി കേട്ടോ. മാലിബിലിറ്റി എന്നറിയപ്പെടുന്നത് കേട്ടോ. അതായത് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമത്രേ. 1 ഗ്രാം സ്വർണ്ണത്തെ 6.7 ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താനും 2 കിലോമീറ്ററിലധികം നീളത്തിൽ വലിച്ചു നീട്ടാനും സാധിക്കും. ലോഹങ്ങളെ വലിച്ചു നീട്ടി കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 9ാം ക്ലാസ്സിൽ നോക്കാം. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഭാഗം 1ാമത്തെ ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററും മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് വേണം. 9ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന എന്നാണ്. ആറ്റത്തിൻ്റെ ഘടന എന്നാണ്. അപ്പം ഫസ്റ്റ് ബോക്സിൽ തന്നെ നിൽക്കുന്ന പഞ്ചസാര പദാർത്ഥം, പഞ്ചസാരയിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അതിൻ്റെ തന്മാത്രയുടെ രാസസൂത്രമൊക്കെ PSC ഉപയോഗിക്കാറുണ്ട്. C12 H22O11 കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ആറ്റങ്ങളുടെ അനുപാതം എങ്ങനെയാണ്? പഞ്ചസാരയിൽ 12:22:11, അതായത് 12:22:11 കേട്ടോ. അതുപോലെ തന്നെ ഗ്ലൂക്കോസിൽ ഏതൊക്കെയാണ് വരുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. C6H12O6 കേട്ടോ. C6H12O6 ഗ്ലൂക്കോസ് 1:2:1 ആണ് അതിൻ്റെ അനുപാതം വരുന്നത്, ആറ്റങ്ങളുടെ അനുപാതം. ജലം ഏതാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ അറിയാലോ. H2O 2:1 ആണ് അനുപാതത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് വേണ്ട അടുത്ത ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാം നമുക്ക്. JJ തോമസനെ തന്നിട്ടുണ്ട്. JJ തോമസനെ അറിയാമല്ലോ. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയതാരാണ്? JJ തോംസൺ ആണ്. കാഥോഡ് രശ്മികളെക്കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികൾ ഉണ്ടെന്ന് തെളിഞ്ഞു കേട്ടോ. പിന്നെ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് ഈ അനുപാതത്തിലാണ്. ഇലക്ട്രോണിൻ്റെ മാസിന് അനുബന്ധം 1.76, അത് 1.76 × 10⁻11 C/kg ആണ്. ആ അനുപാതത്തിലാണ് വരുന്നത്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ JJ തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൻ തൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോണിന് 1.6 × 10⁻19 C നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 kg ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. സി എന്താണ്? കൂളമാണ് വരുന്നത് കേട്ടോ. കൂളമാണ്. പിന്നെ പ്രോട്ടോൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രോട്ടോൺ എന്തെന്നറിയാലോ? പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന പോസിറ്റീവ് ചാർജുള്ളതാണ് കണമാണ് പ്രോട്ടോൺ. പിന്നെ ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ JJ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചു. അപ്പോൾ JJ തോംസൻ്റെയാണ് പ്ലം പുഡിംഗ് മോഡൽ കേട്ടോ. പിന്നെ റേഡിയോ ആക്റ്റീവത എന്നാണ് മലയാളത്തിൽ പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി. യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ, അതായത് റേഡിയേഷൻസ് പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കുറലാണ് ഇത് കണ്ടെത്തിയത് കേട്ടോ. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായി പുറത്തു വരുന്നത്. പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങൾ, നെഗറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങൾ, ചാർജും മാസും ഇല്ലാത്ത ഗാമ കിരണങ്ങൾ എന്നിവയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ. പിന്നെ റദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് CRT ടെസ്റ്റിൽ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ ഇതൊക്കെ ബോക്സിൽ ഇരുന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. ആറ്റത്തിൻ്റെ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക എങ്ങനെയാണ്? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്ര ഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസ് ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു കേട്ടോ. പിന്നെ റുദർഫോർഡിൻ്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ എന്നൊക്കെ തന്നിട്ടുണ്ട്. വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായി ഊർജ്ജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റുദർഫോർഡിൻ്റെ മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലയം വെക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജ്ജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ റദർഫോർഡിന് മാതൃകയ്ക്ക് സാധിച്ചില്ല. പിന്നെ ന്യൂട്രോൺ അറിയാലോ. ന്യൂട്രോൺ എന്താണ്? ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ അടിസ്ഥാനത്തിൽ റദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ സാധിച്ചില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക്കാണ് ഈ
ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്നും പേര് നൽകി. നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത് ന്യൂട്രോൺ. പിന്നെ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക മാതൃക എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. ആയതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലങ്ങൾ, അതായത് എനർജി ലെവൽസ് എന്നും പറയപ്പെടുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടുന്നു കേട്ടോ. പിന്നെ ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. പിന്നെ ഓർബിറ്റുകൾ 1, 2, 3 എന്നിങ്ങനെ സംഖ്യകളിലായി സൂചിപ്പിക്കാവുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് നോക്കാം. പിന്നെ മൗലിക കണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത് തന്നിട്ടുണ്ട്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം = ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കേട്ടോ. പിന്നെ മൗലിക കണങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. മൗലിക കണങ്ങൾ എന്താണ്? ഒരു ആറ്റത്തെ വിഭജിക്കാനും അതിൻ്റെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റ്. പ്രോട്ടോണുകളുടെ ന്യൂട്രോണുകൾ ഉണ്ടാകുന്നത് 3 വിധം ക്വാർക്കുകൾ കൂടിച്ചേർന്നു. അതിനാൽ മൗലിക കണങ്ങളായി പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവിടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ അറ്റോമിക നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം കേട്ടോ മാസ് നമ്പർ വരുന്നത്. പിന്നെ ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ കേട്ടോ. പിന്നെ നമ്മുടെ SCERT ടെസ്റ്റിൽ ആ ഒരു ചാപ്റ്റർ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ അറ്റോമിക് നമ്പർ, ഇലക്ട്രോണുകളുടെ എണ്ണം അതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസമൊക്കെ തന്നിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഐസോട്ടോപ്പ് ഉപയോഗം തന്നിട്ടുണ്ട്. അയോഡിൻ 131 കേട്ടോ. അയോഡിൻ 131 ഐസോട്ടോപ്പിൻ്റെ ഉപയോഗം എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളും പഠനത്തിൻ്റെ ചികിത്സ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ യുറേനിയം 235 എന്താണ്? യുറേനിയം 235 എന്താണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനം കേട്ടോ. കൊബാൾട്ട് 60 എന്താണ്? ക്യാൻസർ ചികിത്സയ്ക്കാണ്. അപ്പോൾ സോഡിയം 24 എന്താണ്? വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തൽ. അയൺ 59 അനീമിയ നിർണ്ണയിക്കൽ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഐസോട്ടോപ്പും ഉപയോഗം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാം. അയോഡിൻ 131 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പിൻ്റെ ഉപയോഗം എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. യുറേനിയം 235ൻ്റെ ഉപയോഗം എന്താണ്? ആണവ നിലയങ്ങളിൽ ഇന്ധനം. അതുപോലെ തന്നെ കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക്. സോഡിയം 24 എന്താണ്? വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തൽ. അയൺ 59 അനീമിയ നിർമ്മിക്കൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മാർക്ക് ഉറപ്പിച്ചു ഇത് കേട്ടോ. പിന്നെ നമ്മൾ ഐസോബാറുകൾ എന്താണെന്നൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് അറിയാം, നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നതാണ്. അതൊക്കെ ഐസോട്ടോണുകളൊക്കെ നമ്മൾ ബേസ് അടുത്ത് നോക്കാം. അടുത്ത എന്താണ്? പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് SCERT ടെസ്റ്റിലെ 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ. ആധുനിക പീരിയോഡിക് ടേബിൾ, അതായത് മോഡേൺ പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളുടെ, രാസഗുണങ്ങളുടെ, ഭൗതിക ഗുണങ്ങളുടെ, അവയുടെ അറ്റോമിക നമ്പറുകളുടെ ആവർത്തന ഫലങ്ങളാണ് ആധുനിക പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ആധുനിക പീരിയോഡിക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൻറി മോസ്ലി മൂലകങ്ങളെ അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുകയും ആധുനിക പീരിയോഡിക് ടേബിളിന് രൂപം നൽകുകയും ചെയ്തു കേട്ടോ. അതെന്താണ് പറഞ്ഞത്? അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. എന്നാലും പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പീരിയഡുകൾ എന്നും അതുപോലെ തന്നെ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകൾ എന്നും വിളിക്കുന്നു കേട്ടോ. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു കേട്ടോ. പ്രകടിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ എന്താണ്? പീരിയോഡിക് ടേബിളാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങളെ 7ാം പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 113ാമത്തെ മൂലകം എന്താണ്? NH, അതായത് നിഹോണിയമാണ്. 115ാമത്തെ മൂലകം എന്താണ്? MC, മോസ്കോവിയമാണ്. 117 എന്താണ്? TS ആണ്, ടെന്നിസിൻ ആണ്. 118 എന്താണ്? OG, ഒഗ്നസൻ ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോണം. പിന്നെ ഇതിനകത്തൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. നിഹോൺ എന്ന ജപ്പാനീസ് വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ആ മൂലകത്തിന് ലഭിച്ചത്. പിന്നെ ജപ്പാൻ എന്നതിന് ജപ്പാനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഉദയസൂര്യൻ്റെ നാട് എന്നും ഇതിന് അർത്ഥമുണ്ട്. മോസ്കോവിയം എന്ന പേര് വെക്കുമ്പോഴേ അറിയാലോ. മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തിയിരിക്കുന്നത് മോസ്കോയിലുള്ള ലാബുകളാണ്. റഷ്യയിലെ മോസ്കോയിലുള്ള ടെന്നസി പ്രദേശത്തെ ലാബുകളിൽ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേരിന് അടിസ്ഥാനം വന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി.
യൂറി ഒഗനേഷ്യൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഒഗനസൻ എന്ന ഇതും വന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഓരോ മൂലകത്തിൻ്റെ പേര്, പ്രതീകം, ഇലക്ട്രോൺ വിന്യാസമൊക്കെ ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. പിന്നെ നമ്മുടെ ഗ്രൂപ്പുകൾ അറിയില്ല. 1ാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ, 2ാം ഗ്രൂപ്പ് ആൽക്കലി എർത്ത് ലോഹങ്ങൾ. ഇതൊക്കെ ബേസിക്കാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എന്താണ്? സംക്രമണ മൂലകങ്ങൾ. 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലജൻ കുടുംബം. പിന്നെന്താണ് 18 എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങൾ കേട്ടോ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ്. പിന്നെ ഉപലോഹങ്ങൾ, മെറ്റലോയിഡ്സ് ഈ ഗ്രൂപ്പിൽ കാണപ്പെടുന്നു. ലോഹ സ്വഭാവം അലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കാൽസ്യം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒന്നുമില്ല അതൊന്നുമില്ല. ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് 1ലെയും ഗ്രൂപ്പ് 2ലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു കേട്ടോ. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകതകൾ ബോക്സിൽ തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇവയിൽ ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട മൂലകങ്ങളുണ്ട്. ഇവ വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു കേട്ടോ. പിന്നെ ഓരോ ബാഹ്യദേശം 1ഉം 2ഉം ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ കേട്ടോ. പിന്നെ ഒരു ഇതിനകത്ത് വരുമ്പോൾ അറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ അറിയാമല്ലോ. മെയിനായിട്ടുള്ളത് മാത്രം അങ്ങ് പഠിച്ചു പോകാം. മൂലകങ്ങളുടെ അവയുടെ ആറ്റങ്ങളുടെ ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ് നമ്പറുകൾ എന്ന് പറഞ്ഞത്. പിന്നെ ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസ് എന്തൊക്കെയാണ് മൂലകത്തിന്? അത് മെയിനായിട്ടുള്ളത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ കേട്ടോ. പിന്നെ സ്ഥിരത കൈവരിച്ച ഇലക്ട്രോൺ ക്രമീകരണം ഉള്ളതിനാൽ സാധാരണ നിലയിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറില്ല. പിന്നെ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അതായത് പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന മൂലകങ്ങളാണല്ലോ സംക്രമണ മൂലകങ്ങൾ കേട്ടോ. പിന്നെ 12ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബോക്സിൽ തന്നിട്ടുണ്ട്. 12ാം ഗ്രൂപ്പ് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളായി പൊതുവെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ സംക്രമണ മൂലകങ്ങളല്ല. ഇതിനെക്കുറിച്ച് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാം. 2ാം ഗ്രൂപ്പിലെ ലോഹസ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്ന് 13ാം ഗ്രൂപ്പ് മുതൽ ലോഹസ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിനായി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങളെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വരുമ്പോൾ 3 മുതൽ 12 വരെയുള്ള 10 ഗ്രൂപ്പുകൾ സംക്രമണ മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് കേട്ടോ. പൊതുവെ ഒരേ പീരീഡിലുള്ള സംക്രമണ മൂലകങ്ങളിൽ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് അവ പീരീഡിലെ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു കേട്ടോ. പിന്നെ സംക്രമണ മൂലകങ്ങൾ നിറമുള്ളവയാണ്. പിന്നെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഗ്രൂപ്പിലും പീരീഡുകളിലും രാസഗുണങ്ങളിൽ പൊതുവെ സാദൃശ്യം കാണിക്കുന്നു. ഇവ ലോഹങ്ങളാണ്. ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ അവസാനത്തെ ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളാണ്. പീരിയോഡിക് ടേബിളിൽ 6ാം പീരീഡിലുള്ള മൂലകങ്ങൾ നമുക്ക് നോക്കാം. 6ാം പീരീഡിൽ ലാന്തനോയിഡിൽ തുടർന്നു വരുന്ന 14 മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിലെ ചുവടെ പ്രതീകമായി ക്രമീകരിച്ചിരിക്കുന്നു. അറ്റോമിക് നമ്പറായ 57 ആയ ലാന്തിനം മുതൽ അറ്റോമിക് നമ്പറായ 71 ആയ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളെയാണ് ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നത്. പിന്നെ 7ാം പീരീഡിലെ ആക്ടിനൈഡുകൾ തുടർന്നു വരുന്ന 14 മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ലാന്തനൈഡുകൾ ചുവടെ ക്രമീകരിച്ചിരുന്നു. അതായത് അറ്റോമിക് നമ്പർ 89 ആയ ആക്ടീനിയം മുതൽ അറ്റോമിക് നമ്പർ 103 ആയ ലൊറൻഷ്യം വരെയുള്ള മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും കേട്ടോ. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് വരുന്നത് ബോക്സ് ട്രാൻസ്യുറേനിയം മൂലകങ്ങൾ എന്താണ്? നാളിതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 118 മൂലകങ്ങളെ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ അറ്റോമിക് നമ്പർ 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യം, അതായത് അറ്റോമിക് നമ്പർ 43, പ്രൊമിത്യം അറ്റോമിക് നമ്പർ 61 എന്നിവ ഒഴികെയുള്ള പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ് ട്രാൻസ്യുറേനിയം മൂലകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അറ്റോമിക് നമ്പർ 92 ശേഷമുള്ള മൂലകങ്ങൾ കൃത്യമായി നിർമ്മിക്കപ്പെടുന്നവയാണ്. കൃത്രിമ മൂലകങ്ങൾ സ്ഥിരത കുറഞ്ഞവയും റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയാണ്. അറ്റോമിക് നമ്പർ 92 ആയ യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്നും അറിയപ്പെടുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അറ്റത്തിൻ്റെ വലിപ്പമൊക്കെ തന്നിട്ടുണ്ട്. അറ്റത്തിൻ്റെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജും ഷെല്ലുകളുടെ എണ്ണവുമാണ്.
പിന്നെ നമ്മുടെ SI ടെസ്റ്റ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു കേട്ടോ. പിന്നെ ഷീൽഡിംഗ് പ്രഭാവം അഥവാ സ്ക്രീനിങ് പ്രഭാവം അതായത് ഷീൽഡിംഗ് പ്രഭാവം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ബോക്സിലാണ് തന്നിരിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. തത്ഫലമായി ബാഹിതമ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ നിന്ന് അകലുന്നു. ഉള്ളിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബാഹിതമ ഷെല്ലിലെ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിനുള്ള ആകർഷണം ക്രമാമമായി കുറയുന്നു. ഇതിനെ സ്ക്രീനിങ് പ്രഭാവം എന്ന് വിളിക്കുന്നു കേട്ടോ. പിന്നെ ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയസ് ചാർജ് ക്രമേണ കൂടുന്നു. ബാഹിതമായ ഇലക്ട്രോണുകളുടെ ന്യൂക്ലിയസിന് ആകർഷണ ബലം കൂടുന്നു. അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം ക്രമേണ കുറയുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ഒരു പീരീഡിൽ ഇടത്തോട്ട് വലത്തോട്ട് പോകുന്നതോറും ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവേ കുറഞ്ഞു വരുന്നു. ഒക്കെ ബേസിക്കാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ അടുത്ത ചാപ്റ്റർ വരുമ്പോൾ രാസബന്ധനം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിൽ വരുന്നത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹീലിയം, ഇലക്ട്രോണിക് വിന്യാസമൊക്കെയാണ് പറയുന്നത്. അവിടെ ഉത്കൃഷ്ടവാദങ്ങളിലെ പോലെ ബാഹിതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുന്ന ക്രമീകരണം അഷ്ടക വിന്യാസം എന്നറിയപ്പെടുന്നു. അഷ്ടക വിന്യാസം കേട്ടോ, അഷ്ടക വിന്യാസം. പിന്നെ ഒരു സംയുക്തത്തിൽ ഘടക കണങ്ങളെ ചേർത്ത് നിർത്തുന്ന ബലത്തെ രാസബന്ധനം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. പിന്നെ അയോണിക് ബോണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിന്റെ ബാഹിതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വന്തമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. പിന്നെ ഒരു നിർവീര്യമായ വാതക ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർത്ത് അതിനെ ഒരു നെഗറ്റീവ് അയോണാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൽ പുറത്തുവിടുന്ന ഊർജ്ജത്തെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് വിളിക്കുന്നു കേട്ടോ. ബോക്സിൽ എഴുതുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. പിന്നെ ഗിൽബർട്ട്, ന്യൂട്ടൺ, ലൂയിസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ അയോണിക സംയുക്തങ്ങളിൽ വിപരീത ചാർജുള്ള ഘടക അയോണുകൾ ചേർത്ത് നിർത്തുന്ന വൈദ്യുത ആകർഷണ ബലമാണ് അയോണിക് ബന്ധനം അഥവാ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അയോണിക് ബന്ധനത്തിന് മറ്റൊരു പേരാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് വരുമ്പോൾ പറഞ്ഞതാണ്. പിന്നെ നമുക്ക് അടുത്ത അതായത് രസാന്തരം 9ാം ക്ലാസ്സിലെ രസാന്തരത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗം പുസ്തകമുണ്ട്, ടെസ്റ്റ് ഉണ്ട്. അതോടെ നോക്കാം. അതോടെ നോക്കിയിട്ട് നമുക്ക് 10ാം ക്ലാസ്സിലോട്ട് പോകാം. അതിനകത്ത് ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്നാണ്. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. അപ്പോൾ അത് നോക്കാം. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്? ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് തന്നിട്ടുള്ള ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാവുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാസസൂത്രങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോകണം. പിന്നെ ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ H+ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. ആസിഡുകളുടെ ബേസികത, ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത. അപ്പോൾ ബേസികത എന്താണ്? ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത്. ബേസികത 1 ആണെങ്കിൽ അതിനെ ഏകബേസിക ആസിഡ് അഥവാ മോണോബേസിക് ആസിഡ് എന്നും പറയുന്നു. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ അതിനകത്ത് ടെസ്റ്റ് തന്നെ ഒരു ആസിഡിൻ്റെ ബേസികത 2 ആണെങ്കിൽ അതിനെ ദുബ്ഭേദ ആസിഡ് അതായത് ഡൈബേസിക് ആസിഡ് എന്നും പറയുന്നു കേട്ടോ. പിന്നെ അത് ഓരോന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിപ്പോകും. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ജലത്തിൽ ലയിക്കുന്ന ബേസുകളെയാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ബേസുകളും ആൽക്കലികളും, എല്ലാ ബേസുകളും ആൽക്കലികളല്ല. കണ്ടോ, ബോക്സിൽ തന്നേക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ബേസുകളും ആൽക്കലികളല്ല. ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ. NaOH, KOH എന്നിവ ആൽക്കലികളാണ്. എന്നാൽ LOH3 അതുപോലെ തന്നെ എന്നിവ ബേസുകളാണെങ്കിലും ജലത്തിൽ ലയിക്കാത്തതിനാൽ അവയെ ആൽക്കലികളായി കണക്കാക്കുന്നില്ല കേട്ടോ. പിന്നെ ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവം കാണിക്കുന്നവയാണ്. എന്നാൽ ചുരുക്കം ചില ഓക്സൈഡുകൾ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുണ്ട്. ഇവയെ ആംഫോപെട്രിക് ഓക്സൈഡുകൾ എന്നും വിളിക്കുന്നു കേട്ടോ. അതിനാൽ ഉൽത്താനമാണ് Al2O3 ZnO ആണ്. പിന്നെ ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ.
പിന്നെ അറിയാമല്ലോ സാധാ കാസ്റ്റിക് സോഡയുടെ രാസനാമം അറിയാമല്ലോ, സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷിൻ്റെ രാസനാമം എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള pH മൂല്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്. pH മൂല്യം എന്തുവാ 7 ഇങ്ങോട്ട് പോകുമ്പോൾ ആസിഡിൻ്റെ സ്വഭാവം കാണിക്കുന്നു. 7 എന്താണ്? അതായത് പദാർത്ഥങ്ങളുടെ ആസിഡ് ബേസ് സ്വഭാവം കണ്ടുപിടിക്കുന്നതിന് ശാസ്ത്രീയമായ മാർഗ്ഗമാണ് pH മൂല്യം നിർണ്ണയിക്കലാണ്. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറൻസൻ ആണ് pH സ്കെയിൽ ആവിഷ്കരിച്ചത്. pH വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലായനികളുടെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയത്. അപ്പോൾ എന്താണ്? ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയത്. ചുവടെ pH സ്കെയിലിൻ്റെ ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക കേട്ടോ. 7 എന്താണ്? ന്യൂട്രലാണ് നമുക്കറിയാം. പിന്നെ 0 മുതൽ 7 ഇങ്ങോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എന്താണ്? ആസിഡ് സ്വഭാവവും ഇത് ബേസ് സ്വഭാവമാണ്. 8 മുതൽ അങ്ങോട്ട് ബേസ് സ്വഭാവവും 0 മുതൽ 6 വരെ എന്താണ്? ആസിഡ് സ്വഭാവം കേട്ടോ. പിന്നെ ജലീയ ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത അടിസ്ഥാനമാക്കിയുള്ള ആസിഡ് ബേസ് സ്വഭാവങ്ങളെ പ്രസിദ്ധീകരിക്കുന്നു pH സ്കെയിൽ പ്രകാരം നിർവീയ ലായനിയുടെ pH മൂല്യം 7 ആണ്. ആസിഡുകളുടെ pH മൂല്യം എത്രയാണ്? 7-ൽ കുറവും ബേസുകളുടേത് 7-ൽ കൂടുതലുമായിരിക്കും കേട്ടോ. പിന്നെ നിറങ്ങളും pH മൂല്യം ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോകാം. പിന്നെ ജലം അറിയാമല്ലോ, നിറം മാറ്റമില്ല, 7 ആണ്, നിർവീര്യമാണ്. പിന്നെ നമ്മളിത് കഴിഞ്ഞ നമ്മുടെ കെമിസ്ട്രിയുടെ ആദ്യ റിവിഷൻ ക്ലാസ്സില്ല, അതിനകത്ത് നമ്മൾ pH പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയുന്നില്ല. പിന്നെ കാർഷിക വിളകൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ വേറെ എന്താണ് ആ ചാപ്റ്റർ വരുന്നത്? പിന്നെ ലവണത്തിൻ്റെ പേര് കറിയുപ്പിൻ്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് NaCl ആണ് വരുന്നത്. മിശ്രിത നിർമ്മാണമാണ്. പിന്നെ ഇന്ദുപ്പിൻ്റെ എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് KCl ആണ് വരുന്നത്. തുരിശ് എന്താണ്? കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് CuSO4 5H2O. അപ്പക്കാരം എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ്. അലക്കുകാരം എന്താണ്? സോഡിയം കാർബണേറ്റ് Na2CO3 10H2O കേട്ടോ. പിന്നെ ജിപ്സം എന്താണ്? കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O കേട്ടോ. അലക്കുകാരം ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിനാഗിരിയുടെ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വിനാഗിരിയുടെ pH മൂല്യം 4.5, ചുണ്ണാമ്പുവെള്ളം 10.5, പാല് 6.4, ജലം 7, ടൂത്ത് പേസ്റ്റ് 8.7, രക്തം 7.4 ആണ് കേട്ടോ SI ടെസ്റ്റ് പ്രകാരമേ. പിന്നെ അലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് 9ാം ക്ലാസ്സിൽ. അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഘടകങ്ങളാണ്. എത്ര ശതമാനമാണ്? നൈട്രജൻ 78.08% നമ്മുടെ എവിടെ ഉള്ളതാണ്? അന്തരീക്ഷ വായുവിലാണ്. ഓക്സിജൻ 20.95 ആണ്. ആർഗൺ 0.9 ആണ്. കാർബൺ ഡയോക്സൈഡ് 0.038 ആണ് വരുന്നത്. മറ്റുള്ളവ 0.032 ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിലെ ഘടകമൂലങ്ങൾ നോക്കാം. അന്നജത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നതോ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ കേട്ടോ. കൊഴുപ്പ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ കേട്ടോ. പിന്നെ ചില പ്ലാസ്റ്റിക്കുകളുടെ ഘടകമൂലങ്ങൾ നോക്കാം. PVCയിലോ കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിനാണ് PVCയിൽ വരുന്നത്. പോളിത്തീനിൽ കാർബണും ഹൈഡ്രജനുമാണ് വരുന്നത്. പിന്നെ ഹൈഡ്രജൻ എന്താണ്? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു കേട്ടോ ഹൈഡ്രജൻ. പിന്നെ ഹൈഡ്രജനെ കണ്ടെത്തൽ ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് കേട്ടോ. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ഹൈഡ്രജനെ ഇൻഫ്ലേമബിൾ ലെയർ അഥവാ കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ പറയണം ഹെൻറി കാവൻഡിഷ് ആണ്. പിന്നെ ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്നതാണ് ഹൈഡ്രജൻസ് എന്ന പദത്തിന് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ്റെ കാര്യങ്ങൾ വരുമ്പം ഹൈഡ്രജനും ചില അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണേ പിന്നെ നമ്മൾ അതിനകത്ത് വരുമ്പോൾ എന്താണ്? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്, കലോറിക് വാല്യൂ. പിന്നെ ഫ്യൂവൽ സെല്ല് നമ്മുടെ ബോക്സിൽ തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്യൂവൽ സെല്ലുകൾ. ഇത്തരം സെല്ലുകളുടെ ചില മേന്മകൾ തന്നിട്ടുണ്ട്. മലിനീകരണമില്ല, ഫ്യൂവൽ സെല്ലിൽ മലിനീകരണമില്ല, ഉയർന്ന പ്രവർത്തനക്ഷമതയൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂവൽ സെല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിച്ച് വരുന്നു. ബോക്സിൽ തന്നുകൊണ്ട് വളരെ ഇതാണ്. പിന്നെ ഓക്സിജൻ പ്രാണവായു എന്നൊക്കെ തന്നിട്ടുണ്ട്.
പ്രകൃതിയിൽ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണെന്ന് ബോധ്യമായല്ലോ. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടുത്തം ജോസഫ് പ്രിസ്റ്റ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത്. എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയാണ് കേട്ടോ. അപ്പോൾ ഓക്സിജൻ ആരെ കണ്ടുപിടിച്ചത്? ജോസഫ് പ്രിസ്റ്റ്ലിയാണ്, നമുക്കറിയുന്നതാണ്. പിന്നെ ഓക്സിജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. ആസിഡ് ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്ക് ആണ് ഓക്സിജൻ എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഓക്സിജൻ്റെ അളവ് ഭൂവൽക്കത്തിൽ 45 മുതൽ 50% വരെയാണ്. ജലത്തിൽ 88 മുതൽ 90%, ധാതുക്കളിൽ 45 മുതൽ 50%, അന്തരീക്ഷവായുവിൽ 21%, സസ്യങ്ങളിൽ 60 മുതൽ 70, ജന്തുക്കളിലും 60 മുതൽ 70 കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഓസോണിനെ കുറിച്ചൊക്കെ തന്നിട്ടുണ്ട്. ഓസോണിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ കാർബൺ CFC, ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നീ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വിഭാഗ സംയുക്തങ്ങളാണ് കാർബൺസ് അഥവാ CFC എന്ന് പറയുന്നത്. പിന്നെ ഓസോൺ പാളിയുടെ ശോഷണം, പിന്നെ പിന്നെ ക്ലോറിനെ കുറിച്ച് വന്നിട്ട് ക്ലോറിൻ ആരാണ് കണ്ടെത്തിയത്? കാൾ വില്യം ഷീലയാണ് ക്ലോറിൻ കണ്ടെത്തിയത്. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ വരുമ്പം നമുക്ക് അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നമുക്കിനി 10ാം ക്ലാസ്സിലെ എടുക്കാം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി. ഒരു മിനിറ്റ്, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത് നോക്കാം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം വരുന്നുണ്ട്, വാതക നിയമങ്ങളും, മോൾ സങ്കല്പവും, ക്രിയാശീലത ശ്രേണിയും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നാണ് വന്നിരിക്കുന്നത്. ആ ചാപ്റ്റർ ഏതൊക്കെ നോക്കാം. അതിനകത്ത് സബ്ഷെല്ലുകളെ കുറിച്ച് പ്രത്യേക ഒരു ബോക്സ് തന്നിട്ടുണ്ട്. സബ്ഷെല്ലുകൾ അറിയാമല്ലോ. സബ്ഷെല്ലുകൾ SPDF എന്ന പേരിൽ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളുടെ അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ സൂചിപ്പിക്കുന്നതാണ് സബ്ഷെൽ. എസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? SCI ടെസ്റ്റിൽ ഇത് വന്നിട്ടുണ്ട്. S ഷാർപ്പ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. P പ്രിൻസിപ്പാൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ആറ്റം ഘടനയെ സംബന്ധിച്ച് ആധുനിക സിദ്ധാന്തം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിൽ സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ്ജ നിലയങ്ങളിൽ ഉപ ഊർജ്ജ നിലയങ്ങളിൽ സബ്ഷെല്ലുകളുണ്ട് കേട്ടോ. ഉപ ഊർജ്ജ. പിന്നെ നമ്മുടെ ഇലക്ട്രോണുകളുടെ ഇതൊക്കെയാണ് പറയുന്നത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസിന് ഇലക്ട്രോണുകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും നമുക്ക് SCI ടെസ്റ്റ് നോക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓരോ ഷെല്ലിലും പരമാവധി എണ്ണമാണ് പറയുന്നത്. 1s ആകുമ്പോൾ എത്രയാണ്? 2 ഇലക്ട്രോൺസുകളാണ്. 2s 2 കേട്ടോ. അറിയാലോ. 2 8 18 32 കേട്ടോ. 2 8 18 32 കേട്ടോ. സബ്ഷെൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഓൾറെഡി നമുക്കറിയാവുന്നതാണ്. SPDFൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തിനാണ് 2 6 10 14 കേട്ടോ. 2 6 10 14 സബ്ഷെൽ. പിന്നെ മൂലകം തന്നിട്ട് ഇലക്ട്രോണുകളുടെ എണ്ണം, സബ്ഷെൽ, ഇലക്ട്രോൺ വിന്യാസമൊക്കെ PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നൈട്രജൻ്റെ എത്രയാണ്? 7 അല്ലേ? 7 ആകുമ്പോൾ 1s2 2s2 2p3 ആണ്. 1s2 2s2 2p3 ആണ് വരുന്നത്. പിന്നെ അങ്ങനെ ഇപ്പോൾ അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള നമുക്ക് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. SCI ടെസ്റ്റിൽ 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, Hg, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ, സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ അഥവാ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആ ചാപ്റ്ററിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിൽ സംക്രമണ മൂലകങ്ങളുടെ അയോണുകൾ സാന്നിധ്യമാണ് നിറത്തിന് കാരണമാണ്. അപ്പോൾ നിറം വരാൻ കാരണം എന്താണ്? സംക്രമണ മൂലകങ്ങൾ, അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് നിറത്തിന് കാരണമാവുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. കേരളത്തിൻ്റെ ധാതു സമ്പത്ത് അതും ഒരു ബോക്സ് തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തെല്ലായിടത്തും ധാതുക്കളുടെ വിന്യാസം ഒരുപോലെയല്ല. നമ്മുടെ കേരളത്തിൽ ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരത്താൽ അനുഗ്രഹീതമാണ്. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സീർക്കോണ്, റൂട്ടൈൽ തുടങ്ങിയ ഇതാണ്. കേരളത്തിലെ തീരപ്രദേശ മണൽ ശേഖരണം നിത്യജീവിതത്തിൽ വളരെയധികം ഉൽപ്പാദനത്തിൽ വരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ എത്രയേ വരുന്നുള്ളൂ. പിന്നെ
അടുത്ത ചാപ്റ്റർ എന്താണ്? വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. വാതക നിയമങ്ങളും മോൾ സങ്കല്പവുമാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോയിൽ നിയമം എന്താണ്? താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും സൂചിപ്പിച്ചാൽ P×V എന്ന സ്ഥിരസംഖ്യയായിരിക്കും കേട്ടോ ബോയിൽ നിയമം. പിന്നെ ചാൾസ് നിയമം. ഈ നിയമം ചാൾസ് നിയമം എന്നറിയപ്പെടുന്നത്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ച് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജാക്വസ് ചാൾസ് ആണ് ഈ ചാൾസ് നിയമം അവതരിപ്പിച്ചത്. ചാൾസ് നിയമം എന്താണ്? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് വ്യാപ്തം V എന്നും താപനില T എന്നും വന്നാൽ V/T എന്ന ഒരു സ്ഥിരം സംഖ്യയായിരിക്കും. അറിയാമല്ലോ, നമുക്ക് ഒക്കെ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അവഗാഡ്രോ നിയമമൊക്കെ അറിയാവുന്നതാണ്. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. പിന്നെ അതിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 1 ഗ്രാം അറ്റോമിക് മാസ് ഏത് മൂലകം എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഗ്രാം അറ്റോമിക് മാസ് ഏത് മൂലകത്തിൻ്റെ എടുത്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6.022 × 10⁻23 എന്നാണ്. ഈ സംഖ്യ അവഗാഡ്രോ സംഖ്യ എന്ന് അറിയപ്പെടുന്നു കേട്ടോ. അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഇതിനെ NA എന്ന് സൂചിപ്പിക്കുന്നു കേട്ടോ. അറ്റോമിക മാസുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയില്ല. തന്നിരിക്കുന്ന മാസ് ഗ്രാമിൽ ഡിവൈഡഡ് ബൈ മൂലകത്തിൻ്റെ ഗ്രാമാണ്. പിന്നെ നമുക്ക് ആ ഒരു ഇതിനകത്ത് വരുന്നത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആ 273 കെൽവിൻ താപനില, ഒരു അറ്റോമിക് അറ്റ്മോസ്ഫിയർ മർദ്ദം എന്നിവ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ STP എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതായത് STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെ ഒരു മോളിന് 22.4 L വ്യാപ്തം ഉണ്ടായിരിക്കും കേട്ടോ. ആ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കിനി അടുത്ത എന്താണ്? ക്രിയാശീലതയും വൈദ്യുത രസതന്ത്രവും. ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടോ നോക്കാം നമുക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ആ ഒരു ചാപ്റ്റർ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, നമുക്ക് സിലബസ് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത രസതന്ത്രത്തിൻ്റെ 10ാം ക്ലാസ്സിലെ ഭാഗം 2ാമത്തെ ടെസ്റ്റ് നോക്കാം. ഭാഗം 2ാമത്തെ ടെസ്റ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അലോഹ സംയുക്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അലോഹ സംയുക്തങ്ങൾ ഫസ്റ്റ് ഒരു മിനിറ്റേ, അടുത്ത ചാപ്റ്റർ നമ്മൾ വിട്ടുപോയോ? കുറച്ച് ലോഹ നിർമ്മാണം എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ ഉണ്ട് കേട്ടോ. അതുകൂടെ നമുക്ക് നോക്കട്ടെ. ലോഹ നിർമ്മാണം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ലോഹത്തിൻ്റെ അയിര് എന്ന് അറിയപ്പെടുന്നത്. അയിരിനെ ഓർന്നാണ് അയിര് എന്ന് വിളിക്കാം കേട്ടോ. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. അതിൻ്റെ രാസസൂത്രനാമം പല കൂട്ടുകാരും പഠിക്കുന്നില്ല. അപ്പം SCERT ടെസ്റ്റ് ബോക്സ് തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രവാക്യം എന്താണ്? Al2O3 2H2 കേട്ടോ. Al2O3 2H2 ആണ് ബോക്സൈറ്റിൻ്റെ രാസസൂത്രം കേട്ടോ. അയണിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അയണിൻ്റെ അയിര് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹെമറ്റൈറ്റിൻ്റെ എന്താണ്? Fe2O3 കേട്ടോ. മാഗ്നറ്റൈറ്റിൻ്റെ എന്താണ്? Fe3O4. കോപ്പറിൻ്റെ ഏതൊക്കെയാണ്? കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. കോപ്പർ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞ അയിരിൻ്റെ രാസസൂത്രം എങ്ങനെയാണ്? CuFeS2 ആണ്. കുപ്രൈറ്റിൻ്റെ Cu2O ആണ് കേട്ടോ. പിന്നെ സിങ്ക് ബ്ലെൻഡ് കലാമിൻ അയിരുകൾ. സിങ്ക് ബ്ലെൻഡിൻ്റെ രാസസൂത്രം എന്താണ്? ZnSഉം സിങ്ക് കലാമിൻ്റെ ZnCO3 ആണേ. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്ന വരെയുള്ള മുഴുവൻ പ്രക്രിയയും ചേർന്നതാണ് ലോഹ നിഷ്കരണം, മെറ്റലർജി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ അയിരുകളുടെ സാന്ദ്രണം ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. പ്ലവന പ്രക്രിയ എന്താണ്? അപവൃദ്ധ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രധാനമായും സൾഫൈഡ് അയിരുകളെയാണ് ഈ മാർഗ്ഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. പ്ലവന പ്രക്രിയ ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന ഏതൊക്കെയാണ്? സൾഫൈഡ് അയിരുകളെയാണ്. പ്ലവന പ്രക്രിയ സൾഫൈഡ് അയിരുകളെയാണ് ചെയ്യുന്നത്. പിന്നെ ജലപ്രവാഹത്തിൽ ഇത് വളരെ
ഞാൻ ആദ്യം മുതൽ എന്ന് പറയാം. അയിരുകളുടെ സാന്ദ്രണമാണ് പറയുന്നത്. ഒന്നാമത്തെ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ അപദ്രവ്യവും സാന്ദ്രത കുറഞ്ഞതുമായ അയിർ സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യത്തിൻ്റെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. ഓക്സൈഡ് അയിരുകളെ സാന്ദ്രണം സ്വർണ്ണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം. അപ്പോൾ ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം സ്വർണ്ണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണമാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. ഇതൊക്കെ PSC റിപ്പീറ്റ് ചോദിച്ചാണ്, പ്രീവിയസ് ചോദിച്ചാണ്. അടുത്തത് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ എന്താണ്? അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഈ പ്രക്രിയ വരുന്നത്. പ്ലവന പ്രക്രിയ പ്രധാനമായും സൾഫൈഡ് അയിരുകളാണ് ഈ മാർഗ്ഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. പ്ലവന പ്രക്രിയ സൾഫൈഡ് അയിരുകളെയാണ് കേട്ടോ. പിന്നെ കാന്തിക വിഭജനം. കാന്തിക വിഭജനം എന്താണ്? അയിരിനോ അപദ്രവ്യത്തിനോ എന്തെങ്കിലും ഒന്ന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഈ മാർഗ്ഗം ഉപയോഗിക്കാം. അത് മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവമായ അയൺ ടങ്സ്റ്റനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലീച്ചിങ് ആണ്. ലീച്ചിങ് അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കാത്ത അതിന് വരുന്ന അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? ലീച്ചിങ് ആണ് കേട്ടോ. ലീച്ചിങ് മറക്കല്ലേ, ലീച്ചിങ് ആണ്. പിന്നെ അയിരുകളുടെ പ്രത്യേകത എന്താണ്? സാന്ദ്രത കൂടിയവ, കാന്തിക സ്വഭാവമുള്ളവ, അതുപോലെ തന്നെ സാന്ദ്രത കുറഞ്ഞ സൾഫൈഡ് അയിരുകൾ, ലായനിയിൽ ലയിക്കുന്ന അയിരുകൾ ഒക്കെയാണ് വരുന്നത്. പിന്നെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. അതായത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ ഏതൊക്കെയാണ്? 2 മാർഗ്ഗങ്ങളാണ് വരുന്നത്. സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. കാൽസിനേഷൻ എന്താണ്? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡുകളായി മാറുന്നു. പിന്നെ റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്താണ്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണമാണ് വരുന്നത്. അത് ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി വൈദ്യുതി ഉപയോഗിക്കുന്നു. പിന്നെ ലോഹശുദ്ധീകരണമാണ് വരുന്നത്. ലോഹശുദ്ധീകരണം എന്താണ്? ഉരുക്കി വേർതിരിക്കൽ. പിന്നെ കുറഞ്ഞ ദ്രവണാങ്കം ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങളെയാണ് ഉരുക്കി വേർതിരിക്കൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് പിന്നെ ഡിസ്റ്റിലേഷൻ. സേതനം സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഈ രീതി ഉപയോഗിക്കുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയൊക്കെയാണ് സേതനം വഴി. പിന്നെ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് ആണ് വരുന്നത്. അതെന്താണ്? ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം അത് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? കോപ്പറിനെ ശുദ്ധീകരിക്കുന്ന മാർഗ്ഗമാണ് കേട്ടോ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ വരുമ്പം പിന്നെ ബോക്സ് തന്നിട്ടുണ്ട്. ഗാനിങ് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗാനിങ് ബേസിക് സ്വഭാവമാണെങ്കിൽ ആസിഡിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടതെന്ന് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ. എന്തിനാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഏതൊക്കെയാണ് വരുന്നത് ഏതൊക്കെയാണ്? FeCr NiC ആണ് വരുന്നത്. ഘടകങ്ങൾ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് ഉറപ്പുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉപയോഗം എന്താണ്? പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അൽനിക്കോയുടെ ഉപയോഗം എന്താണ്? കാന്തിക സ്വഭാവം ഉള്ളതാണ്. അതുകൊണ്ട് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നത് അൽനിക്കോ ആണ്. പിന്നെ നിക്രോം എന്താണ്? ഉയർന്ന പ്രതിരോധം ഉള്ളതാണ്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നത് നിക്രോം വെച്ചാണ്. പിന്നെ നമുക്ക് ആ ഒരു ചാപ്റ്റർ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് അടുത്ത അവസാന ടെക്സ്റ്റായ 10ാം ക്ലാസ്സിൻ്റെ ഒരു മിനിറ്റ് 10ാം ക്ലാസ് അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഒരു മിനിറ്റ്. അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഹേബർ പ്രക്രിയ എന്താണ്? ഹേബർ പ്രക്രിയ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫിറ്റ്സ് ഹേബർ ആവിഷ്കരിച്ച രീതിയാണ് ഹേബർ പ്രക്രിയ എന്ന് പറഞ്ഞാൽ. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് ആണ് ഹേബർ പ്രക്രിയ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. നൈട്രജനും ഹൈഡ്രജനും 1:3 കേട്ടോ. അതായത് 450 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നൈട്രജനും ഹൈഡ്രജനും 1:3 അനുപാതത്തിൽ സംയോജിപ്പിച്ചാണ് ഈ പ്രക്രിയയിൽ അമോണിയ നിർമ്മിക്കുന്നത്. സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായും ഉപയോഗിക്കുന്നു കേട്ടോ. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന രാസവസ്തുവാണ് അമോണിയ. ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യ സ്വയംപര്യാപ്തത എന്നീ നമ്മുടെ രാജ്യം എത്തിച്ചേർന്നത് ഹരിത വിപ്ലവത്തിലൂടെയാണ്. ഹരിത വിപ്ലവത്തിലെ പ്രധാന തത്വങ്ങളിൽ നിന്ന് രാസവളങ്ങളുടെ ഉപയോഗമാണ്. പിന്നെ ആ ഒരു ചാപ്റ്റർ നമുക്ക്
പിന്നെ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓർഗാനിക് സംയുക്തങ്ങൾ. പിന്നെ ആ ചാപ്റ്റർ എന്ത് ചെയ്യും അവിടെ പോയി ആ ഒരു ചാപ്റ്റർ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ നിർത്താറുണ്ട്. ക്ലാസ് ഒരുപാട് ലെങ്തായി, ഇത്രയും ലെങ്തായി നിങ്ങൾ കാണുമോ സംശയമാണ്. ഒരു മിനിറ്റേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അതായത് SCERT ടെസ്റ്റിൽ മെയിനായിട്ട് ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, റാങ്ക് ഫയൽ വെച്ചൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ SCERT ടെസ്റ്റിൽ മെയിനായിട്ടുള്ള കോളങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന 8, 9, 10 ക്ലാസ്സിലെ പോയിന്റ്സ് എല്ലാം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനൂടെ ശ്രമിക്കുക. അപ്പം താങ്ക് യു ഓൾ.